കൊല്ലം ആശ്രാമം മൈതാനത്ത് ഫെസ്റ്റ് തുടങ്ങിയത് നിങ്ങൾ അറിഞ്ഞില്ലേ? ഇവിടെ ടിക്കറ്റ് നിരക്ക് ഒരാൾക്ക് 100 രൂപയാണ്. 5 വയസ്സ് മുതലുള്ള കുട്ടികൾക്കും 100 രൂപ തന്നെയാണ് ടിക്കറ്റ് നിരക്ക്, വ്യത്യാസമൊന്നുമില്ല. ഞങ്ങളങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് നേരെ അകത്തേക്ക് പോവാണ്. ഇനി അകത്തുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നേരിട്ട് തന്നെ കണ്ടറിയാം. അപ്പോൾ എല്ലാവരും വായോ. അങ്ങനെ ടിക്കറ്റ് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളത് അകത്തേക്ക് പോവാണ്. ഇവിടെ ആദ്യം കയറി വരുമ്പോൾ തന്നെ ഒരു ഡിനോസർ പാർക്കാണുള്ളത് കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ല ലൈറ്റ് സെറ്റിങ്സും പിന്നെ നല്ല സൗണ്ട് സെറ്റിങ്സുമാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. കുഞ്ഞു കുട്ടികളൊക്കെ ചിലപ്പോൾ പേടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് കുറച്ചധികം നേരം സമയം പോകും കേട്ടോ. കുട്ടികളൊക്കെ കുറേ നേരം ഇത് കണ്ട് ആസ്വദിച്ച് നിൽക്കുകയൊക്കെ ചെയ്യും. ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വന്നത് റോബോട്ടിക് സെക്ഷനിലേക്കാണ് കേട്ടോ. ഇവിടെ ദാണ്ടെ റോബോട്ടിക് മനുഷ്യനൊക്കെ ഉണ്ടായിരുന്നു. കുറേ കുഞ്ഞു കുട്ടികളൊക്കെ അതിൻ്റെ അടുത്ത് നിന്ന് കളിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ചേച്ചി പേടിച്ചോടുന്നുണ്ട്. പിന്നെ ആ റോബോട്ടിക് യന്ത്രമാണെങ്കിൽ എല്ലാവർക്കും ഷേക്ക് ഹാൻഡും ഹായും ഒക്കെ കൊടുക്കുന്നുണ്ട്. അല്ലുവിനും കിട്ടിയ ഒരു ഷേക്ക് ഹാൻഡ്, എനിക്കും കിട്ടിയ ഒരു ഷേക്ക് ഹാൻഡ്. ഞങ്ങൾ പിന്നെ അതിനൊപ്പം നിന്നൊരു സെൽഫിയൊക്കെ എടുത്തു. അല്ലു ഹാപ്പി, ഞാനും ഹാപ്പി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വന്നപ്പോഴാണ് അവന് പാർക്ക് കണ്ടത് കേട്ടോ. അവൻ ഉടനെ അവിടേക്ക് കളിക്കാൻ പോകണമെന്ന് പറഞ്ഞു. പക്ഷേ നമുക്കിത് മുഴുവൻ കാണാതെ പുറത്തേക്ക് ഇറങ്ങാൻ യാതൊരു നിവൃത്തിയില്ല. ഇനി അടുത്ത് നമ്മൾ ഇഗ്ലൂ സെക്ഷനിൽ കയറാനായിട്ട് ക്യൂവിൽ നിൽക്കുകയാണ്. ഇഗ്ലൂ കാണാനായിട്ട് ഞങ്ങൾ ക്യൂ നിന്ന് അകത്തേക്ക് കയറി. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് അവരൊരു വീഡിയോ പ്രദർശനമൊക്കെ നടത്തും. കുറച്ച് കണ്ട് നിന്നപ്പോൾ തന്നെ എനിക്ക് തല ഇറങ്ങിയതുകൊണ്ട് ഞാൻ പിന്നെ അതിലേക്ക് നോക്കിയില്ല. അതാണ്ട് അല്ലു ആണെങ്കിലും നിലത്തിരുന്നതൊക്കെ അടിപൊളിയായിട്ട് കാണുന്നുണ്ടായിരുന്നു. ഇതിങ്ങനെ നമ്മൾ അടുത്തേക്ക് വരുന്നതായിട്ട് തോന്നുന്നുണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഞാൻ അങ്ങോട്ട് നോക്കിയില്ല. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നേരെ പോകുന്ന അറിയാമല്ലോ, സാധാരണ ഫെസ്റ്റിൽ കാണാറുള്ള പോലെ തന്നെ പുസ്തക പ്രദർശനവും വസ്ത്രങ്ങളുടെ പ്രദർശനവും പിന്നെ ബാഗും ടോയ്സും ഫാൻസി ഐറ്റംസും അങ്ങനെ തുടങ്ങി നിരവധി ഐറ്റങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഓരോന്നായിട്ട് കണ്ടു പോവുകയാണ്. നിറയെ കമ്മലുകളുടെ കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. ടോയ് സെക്ഷൻ്റെ അടുത്ത് ഞങ്ങൾ ഒരുപാട് നേരം നിന്നില്ല. കാരണം അല്ലുവിന് ടോയ്സിനോട് ഭയങ്കര ക്രേസ് ആയതുകൊണ്ട് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് നടന്നു. പിന്നെ കപ്പ്, സോസർ തുടങ്ങി കുഞ്ഞു കുഞ്ഞു ഭരണികൾ, പിന്നെ കീ ചെയിൻ, അതെല്ലാം കഴിഞ്ഞ് നമ്മളിങ്ങനെ എല്ലാം കണ്ടുകൊണ്ട് വരുമ്പോഴത്തേക്കും പഴമയുടെ ഓർമ്മകൾ ഉണർത്തുന്ന ഒരുപാടധികം മിഠായികൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ മിഠായിയൊക്കെ കണ്ടത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിൽ നിന്ന് 2-3 മിഠായികളൊക്കെ വാങ്ങിച്ചു. ഒരുപാട് വെറൈറ്റി മിഠായികളുണ്ട് കേട്ടോ. ഇപ്പോഴാണെങ്കിൽ ഇത് ഇങ്ങനെയുള്ള മേളകളിൽ മാത്രമേ നമുക്ക് കാണാൻ കിട്ടാറുള്ളൂ. കടകളിലൊന്നും ഇതങ്ങനെ അധികം ലഭിക്കാറേ ഇല്ല. ഇത് ഓർമ്മയില്ലേ നമ്മുടെ പണ്ടത്തെ പുളിമുട്ടായി, ഗ്യാസ് മുട്ടായി, കമ്പു മുട്ടായി, സിഗരറ്റ് മിഠായി, അങ്ങനെ ഒരുപാട് മിഠായികളുടെ വെറൈറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെയാണ് ഞങ്ങൾ വാങ്ങിയ മിഠായികൾ. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ഹൽവ സെക്ഷനുണ്ട്. ഡ്രൈ ഫ്രൂട്ട് ഹൽവ, മിൽക്ക് ഹൽവ, അങ്ങനെ പല പല വെറൈറ്റി ഹൽവകളുടെ ഒരു സെക്ഷൻ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ അച്ചാറിൻ്റെ സെക്ഷനുകളാണ് ഇവിടെ ഉള്ളത്. പല പല വെറൈറ്റി അച്ചാറുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അതൊന്നും വാങ്ങിയില്ല.
അകത്തെ എല്ലാം കണ്ടിട്ട് നേരെ ഞങ്ങൾ പുറത്തേക്ക് വരികയാണ്. അപ്പോഴാണ് സൈഡിൽ ദാണ്ടെ വീണ്ടും കുറച്ച് ടോയ്സ് കണ്ടത്. പിന്നെ ഒരുപാട് നേരം അവിടെ നിന്നില്ല, പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ ഫുഡ് കോർട്ടാണുള്ളത്. ഫുഡ് കോർട്ടിൽ പ്രാവശ്യം അധികം ആളൊന്നും ഇല്ലായിരുന്നു. ഇവിടെ പാനിപ്പൂരിയും ബജ്ജിയും പിന്നെ കുലുക്കി സർബത്ത് അങ്ങനെ കുറച്ച് സെക്ഷൻസേ ഉണ്ടായിരുന്നുള്ളൂ. പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് കുറച്ച് പാർക്ക് പോലെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഓരോന്നിനും കയറുന്നതിന് റേറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ പിന്നെ അതിലൊന്നും കയറാൻ നിന്നില്ല, നേരെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.